ഹായ് മക്കൾസ്, നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്, അതായത് അറബി, മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി, ഇങ്ങനത്തെ ലാംഗ്വേജ് ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടായിരിക്കില്ല. അതായത് എജുപോർട്ട് കൊമേഴ്സിൻ്റെ ചാനൽ ഉണ്ടായിരിക്കില്ല, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ +2 ചാനൽ ഉണ്ടായിരിക്കില്ല. പിന്നെ അത് എവിടെയാണെന്ന് വെച്ചാൽ അത് എജുപോർട്ട് +2 എന്ന ചാനലിലായിരിക്കും നിങ്ങൾക്ക് ലാംഗ്വേജ് തരുന്നുണ്ടാവുക. അപ്പോൾ മക്കളെ മറക്കണ്ട, നന്നായിട്ട് നിങ്ങൾക്കറിയാലോ, നമ്മുടെ അറബി, മലയാളം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ അതൊരിക്കലും മിസ്സാക്കണ്ട. നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റേ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ കുട്ടികളാണെങ്കിലും കൊമേഴ്സിൻ്റെ കുട്ടികളാണെങ്കിലും അക്കൗണ്ടൻസി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ക്ലാസ് പലപ്പോഴും നമുക്ക് മറന്നുപോയിട്ടുണ്ടാവും. അതിൻ്റെ ഷോർട്ട് സമ്മറികൾ അറിയില്ല, അതിലെങ്ങനെ എഴുതണം എന്നറിയില്ല, പല കാര്യങ്ങളും. എനിക്ക് എന്തായാലും അതിനെപ്പറ്റി അറിയില്ല, കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ മക്കളെ മറക്കണ്ട, എജുപോർട്ട് +2 ചാനലായിരിക്കും, മറക്കരുത്, എജുപോർട്ട് +2 ചാനലായിരിക്കും. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അതിൽ പോയിട്ട് ഈ ചാനലിൽ പോയിട്ട് വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റാക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫുൾ മാർക്ക് തന്നെ വാങ്ങിയിരിക്കും. ഓൾറെഡി +1 നിന്ന് 100-ൽ 100 മാർക്കൊക്കെ വാങ്ങിയവരായിരിക്കും നിങ്ങളിൽ പലരും. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് 200-ൽ 200 മാർക്കായിരുന്നു ലാംഗ്വേജിൽ. അപ്പോൾ അത് തന്നെ നമുക്ക് വാങ്ങണ്ടേ, സെറ്റാക്കാം. എജുപോർട്ട് +2 ചാനലായിരിക്കും നമ്മുടെ ലാംഗ്വേജ് ക്ലാസ് ഉണ്ടായിരിക്കുക. താങ്ക് യു.